വിജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയ പാർട്ടികൾ അവിടെ നിലപാടുകൾ നിൽക്കണം. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 10 വർഷമായി ഭരണമില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇല്ലാതായോ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടോ മാറ്റത്തില്ല. നമ്മൾ ഇനിയും ശ്രമിക്കും, അത്രേ ഉള്ളൂ. വേറെ സംസ്ഥാന രാഷ്ട്രീയം അവർ ജയിച്ചപ്പോഴും അവർക്ക് കോൺഗ്രസിനെ പറ്റി ആശങ്ക, ജില്ലയിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് PJ കുര്യനാണെന്നൊക്കെ അവർ പറയുന്നത്. അല്ല, അതിപ്പോ ഞാൻ പറയുന്നത് അവരുടെ കോൺഗ്രസ് പ്രതിപക്ഷത്തായ ഭരിക്കാത്തതുകൊണ്ട് നശിച്ചെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. അത് അവരുടെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കോൺഗ്രസ് 10 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷമാണ്. നശിച്ചെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. നശിക്കുമെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു പ്രതിപക്ഷത്തിരിക്കാനും ഒരു പാർട്ടി തയ്യാറാണ്. പ്രതിപക്ഷത്തിന്റെ ജോലി ചെയ്യണം. സോണിയാഗാന്ധിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ്. എന്റെ പോയിന്റ് ഞാനൊരു കാര്യം, സോണിയാഗാന്ധി എന്തിനാ കുറ്റപ്പെടുന്നത്? എന്നോട് അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. എന്റെ വീട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ട്, അവിടെ ഗേറ്റ് ഇല്ല, പട്ടിയില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെയും ധാരാളം ആളുകൾ വരും. ആ വരുന്നവരുടെ പശ്ചാത്തലം എനിക്ക് തിരക്കാൻ പറ്റത്തില്ല. സോണിയാഗാന്ധിക്ക് എങ്ങനെ തിരക്കാൻ പറ്റും? അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന അവർ രാഷ്ട്രീയ നേതാവ് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അവർ പിന്നെ പ്രതിയായോ നേരത്തെ പ്രതിയായോ ആണോന്നുള്ളത് സോണിയാഗാന്ധിക്ക് എങ്ങനെ അറിയാം? ജില്ലയിലെ മറ്റു മുതിർന്ന നേതാക്കൾ ആരെങ്കിലും സഹായം കൊടുത്തിട്ടുണ്ടെങ്കിലോ, ജില്ലയിലെ മറ്റു മുതിർന്ന നേതാക്കൾ എംപിമാരൊക്കെ സഹായം കൊടുത്തിട്ടുണ്ടെങ്കിലോ? അല്ല, അവര് കുറ്റക്കാരാണെന്ന് അറിഞ്ഞോണ്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലേ കുറ്റക്കാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. കുറ്റക്കാരനാണെന്ന് അറിയാതെ അമ്പലത്തിൽ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആളാണ് എന്ന മട്ടിൽ വിളിച്ചുകൊണ്ട് പോയതാണെങ്കിൽ അത് തെറ്റില്ല. അത് പറയേണ്ടത് ജില്ലയിലെ മുതിർന്ന അദ്ദേഹമാണ്. കുറ്റക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ അവിടെ കൊണ്ടുപോയത് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. എനിക്ക് അറിയത്തില്ല.